വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. എല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റ് എക്സാം വരുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. അപ്പൊ അവസാന ദിവസങ്ങളിലെ പഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് PYQ അനാലിസിസിലൂടെയുള്ള പഠനം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 2016 മുതൽ ഈ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ മാക്സിമം അത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കുക കേട്ടോ, കേട്ട് പഠിക്കുക, മൈക്രോ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. അടുത്ത സെറ്റ് എക്സാം ക്രാക്ക് ചെയ്തവരുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടാകണം. അപ്പൊ നിങ്ങളുടെ ഫോട്ടോയും ഇവിടെ ഉണ്ടാകണം. അപ്പൊ മനസ്സില് ഗോൾ സെറ്റ് ചെയ്തോളൂ, പഠിക്കാൻ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് PYQ ഡിസ്കഷനിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പോകാം. ജനറൽ പേപ്പറിന്റെ PYQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കരുത്. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രമേ പഠിക്കാവൂ. അവസാനം നിരാശരാകേണ്ടി വരരുത് എന്നുള്ളതാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്താലോ? നോക്കൂ. Who among the following is known as the father of inclusive education? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അല്ലെ. ഏതെങ്കിലും മേഖലയിൽ നിന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടാകും. അലൻ ബ്ലൂം, ഓവിഡ് ഡെ ക്രോളി, ജോൺ ഡൂയി, ലിവ് വൈഗോട്സ്കി. ഇവരിൽ ആരാണ് ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് അറിയപ്പെടുന്ന? ആരാണ്? ജോൺ ഡൂയി ആണോ? അല്ല അല്ലെ, പ്രാഗ്മാറ്റിസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ ലിവ് വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ അലൻ ബ്ലൂം അമേരിക്കൻ ഫിലോസഫർ ആണ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഉത്തരം ആരാണ്? ഓവിഡ് ഡെ ക്രോളി എന്നുള്ളതാണ്. അപ്പൊ ഇവരെ പേഴ്സണാലിറ്റീസ്, ഇവരെ എല്ലാരെയും കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ തിയറീസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക് ടു ഡീൽ വിത്ത് ഡിസ്കാൽക്കുലിയ. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മള് ലേണിംഗ് ഡിസബിലിറ്റീസിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഡിസ്കാൽക്കുലിയ ആണ്. എന്താണ്? ഒക്കുപേഷണൽ തെറാപ്പി ആണോ? മൾട്ടി സെൻസറി ലാംഗ്വേജ് അപ്രോച്ച് ആണോ? ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണോ? പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആരും തെറ്റിക്കാൻ ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? പിയർ അസിസ്റ്റൻസ് യൂസിങ് ഡയഗ്രാം ആണ്. അപ്പൊ ഡിസ്കാൽക്കുലിയ പഠിക്കുമ്പോൾ ഡിസ്കാൽക്കുലിയ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ? അല്ല, ഡിസ്പ്രാക്സിയ പഠിക്കും, ഡിസ്ലെക്സിയ പഠിക്കും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ലേണിംഗ് എബിലിറ്റീസും അതുമായി ബന്ധപ്പെട്ട എല്ലാ ലേണിംഗ് ഡിസബിലിറ്റീസുകളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം കേട്ടോ. സാധാരണ ചോദിച്ചു വരുന്നതാണ്. ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ ഒക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി അപ്പൊ ഡിസ്കാൽക്കുലിയ ഈസ് എ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് നമ്പേഴ്സ്, മാത്തമെറ്റിക്കൽ കോൺസെപ്റ്റ് ആൻഡ് പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. അപ്പൊ ഇത് അറിയാത്തവരാരും ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ കൊണ്ട് ഓർത്തിരിക്കുക. PWD ആക്ടും അതുപോലെ RPWD ആക്ടും. അപ്പൊ അതിൽ വരുന്ന 7 ഡിസബിലിറ്റീസ് ഉണ്ട് അല്ലെ. PWD ആക്ടില് 7 ഡിസബിലിറ്റീസ് ഉണ്ട്. പിന്നീട് അമെൻഡ് ചെയ്തപ്പോ RPWD ആക്ട് 2016 14 ഡിസബിലിറ്റീസും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലെ. അപ്പം മൊത്തം എത്ര എണ്ണമായി? 21 എണ്ണമായി അല്ലെ. അപ്പൊ ആ ലേണിംഗ് ഡിസബിലിറ്റീസ്, അതിനുള്ളിലുള്ള ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഈ ഡിസ്കാൽക്കുലിയയും പെടും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാ ഡിസബിലിറ്റീസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓപ്ഷനിൽ ഒന്ന് തെറ്റിച്ചായിരിക്കും ഇട്ടിരിക്കുക കേട്ടോ. ഇനി ദൂരദർശൻ
എഡ്യൂക്കേഷണൽ ചാനൽ. അപ്പൊ എഡ്യൂക്കേഷണൽ ചാനൽസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ എല്ലാം നോക്കിക്കോണം. ഗ്യാൻ ഭാരതിയാണോ, ഗ്യാൻ ദർശനാണോ, വിദ്യാദർശനാണോ, വിക്ടേഴ്സ് ചാനൽ ആണോ? ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഗ്യാൻ ദർശനാണ്. ഓപ്ഷൻ ബി ആണ്. വിക്ടേഴ്സ് ചാനൽ നിങ്ങൾക്കറിയാം, അബ്രിവിയേഷനും ചോദിക്കും, അതുപോലെ കൈറ്റിൻ്റെതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം, സെലക്ട് ദ ഫസ്റ്റ് dedicated educational satellite. ഇപ്പൊ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റും ചോദിക്കും കേട്ടോ. That provide the country with satellite based two-way communication to classroom for delivering educational material. ഏതാണ്? GSAT 2 ആണോ, GSAT 3 ആണോ, GSAT 4 ആണോ, GSAT 5 ആണോ? ഏതാണ് ഇവിടെ വരിക? GSAT 3 ആണ്. GSAT 3 എന്തെന്നും പറയാറുണ്ട്? GSAT 3 also known as EduSat. EduSat എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കും, പക്ഷെ ഒരുപക്ഷെ ചിലർക്ക് തെറ്റിപ്പോകും. GSAT 3 എന്ന് എഴുതിയിരിക്കുമ്പോൾ ആൻസർ കിട്ടാൻ ചാൻസ് കുറവാണ് അല്ലെ? അപ്പൊ EduSat was India's first dedicated educational satellite launched by ആരാണ്? ISRO. എപ്പോഴാണ്? ഡേറ്റ് പഠിച്ചിരിക്കുന്ന സെപ്റ്റംബർ 20 ആണ്. ഇയർ പഠിച്ചിരിക്കണം 2004 ആണ്. ക്ലിയർ ആണ്? അടുത്ത, വേർഡ് പ്രസ് ഈസ് എ ജേണൽ സൈറ്റ് ആണോ, ടെക്സ്റ്റ് ബുക്ക് സൈറ്റ് ആണോ, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണോ, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണോ? ഏതാണ്? ഓപ്പൺ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CMS എന്ന് എഴുതിയിരിക്കും കേട്ടോ. അപ്പൊ ചില എക്സാമിന് ഡിഫിക്കൽറ്റി ലെവൽ കൂടിയായിരിക്കും, ചിലതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇത്തവണത്തെ എക്സാം എളുപ്പമായിരിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം കേട്ടോ. ഇവിടെ ആൻസർ കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫേമസ് പേഴ്സണാലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെയും സ്വാമി വിവേകാനന്ദനെയും അതുപോലെ ഗാന്ധിജിയെയും അരവിന്ദോനെയും ഒക്കെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്പിരിച്വൽ പ്രാക്ടീസ് ഇന്റഗ്രൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണോ, സ്വാമി വിവേകാനന്ദ ആണോ, ഗാന്ധിജി ആണോ, അരബിന്ദോ ആണോ? ആരാണ്? അരബിന്ദോ. അപ്പൊ ഒരാളെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ഏകദേശം 4ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിരുന്നു അല്ലെ? അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, pedagogy that encourages to question the inequality that exists in society is known as dash pedagogy. എന്താണ്? കൺസ്ട്രക്റ്റീവ്, ക്രിയേറ്റീവ് ആണോ, ഇവാലുവേറ്റീവ് ആണോ, ക്രിട്ടിക്കൽ ആണോ? എന്ത് പെഡഗോജി ആയിരിക്കും? ക്രിട്ടിക്കൽ പെഡഗോജി. നമ്മൾ പഠിച്ചതാണ് അല്ലെ? ക്രിട്ടിക്കൽ പെഡഗോജി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The right associated with intangible assets owned by a person or company and protected against use without consent. എന്താണ്? അവിടെ ബൗദ്ധിക സ്വത്തവകാശമാണ് വരുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്, IPR അല്ലെ? നമ്മുടെ സ്വന്തം സൃഷ്ടികൾ അല്ലെ? അത് നമ്മുടെ അവകാശമാണ്, ബൗദ്ധികമായിട്ടുള്ള സ്വത്തവകാശമാണ്. നമ്മുടെ കലാസൃഷ്ടികളാവാം, എന്തും ആവാം. IPR ആണ് ആൻസർ. ആൻസർ സി, ഓപ്ഷൻ സി ആണ്. The members of the society start deviating from the values that are practiced result in the value. ഏതാണ്? അവിടെ എന്താണ് വരിക? സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ, മൂല്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ പ്രതിസന്ധിയാണ് ഉണ്ടാകുക അല്ലെ? അവിടെ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെടുക. ക്രൈസിസ് ആണ് ഉണ്ടാകുക. ചലഞ്ച് ആണോ? അല്ല അല്ലെ? ക്രൈസിസ് ആണ് അവിടെ രൂപപ്പെടുക എന്നുള്ളത് ഓർക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യും, തെറ്റിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്നിരുന്നാലും ശ്രദ്ധിച്ചോളുക. ഇനി lack or denial of resources, right, goods and service and the inability to participate in the normal relationship and activities available to the majority of people in a society is experiencing social change ആണോ, മൊബിലിറ്റി ആണോ, ഡിനൈൽ ആണോ, എക്സ്ക്ലൂഷൻ ആണോ? അല്ലെ? അവിടെ നിഷേധം അല്ലെങ്കിൽ അഭാവം ഒക്കെ വരുമ്പോ അവിടെ എന്താ വരിക? അവിടെ ഒഴിവാക്കലാണ് സംഭവിക്കുന്നത് അല്ലെ?
ഇപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്താ? നിഷേധവും ഒഴിവാക്കലും വരുമ്പോ ഇവിടെ എന്താണ്? എക്സ്ക്ലൂഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. ലാക്ക് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലാക്ക് ഓർ ഡിനൈൽ ഓഫ് റിസോഴ്സസ്, റൈറ്റ്സ്, goods and service, and inability to participate in the normal relationship and activities available to the majority of people in a society is experiencing social exclusion ആണ്, ഒഴിവാക്കലാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ വരിക. ഇനി അടുത്ത, the process of social, psychological and cultural changes that stems from the balancing of two cultures while adapting to the prevailing culture of the societies. Social change ആണോ, അക്കൾച്ചറേഷൻ ആണോ, കൾച്ചറൽ ഡിഫ്യൂഷൻ ആണോ, കൾച്ചറൽ ഐഡന്റിറ്റി ആണോ? അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരിക? അക്കൾച്ചറേഷൻ ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആർട്ടിക്കിൾ 14 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആർട്ടിക്കിൾസിനെ പറ്റി അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾസ് വളരെയധികം പ്രധാനമാണ്. അതുപോലെ എഡ്യൂക്കേഷൻ സംബന്ധമായ ആർട്ടിക്കിൾ ആണെങ്കിൽ നോക്കാതെ പോവുകയും ചെയ്യരുത് കേട്ടോ, അത് പ്രധാനമാണ്. ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫെസിലിറ്റീസ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ മദർ ടങ് അറ്റ് പ്രൈമറി സ്റ്റേജ് ആണോ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണോ, equality before law or equal protection of the law within the territory of India ആണോ, prevention of domestic violence ആണോ? തെറ്റിക്കോ? ആർട്ടിക്കിൾ 21 അല്ല, ഇതെന്താണ്? 14 ആണ്. തെറ്റിച്ചു കളയരുത് കേട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോകും. ചിലര് എന്ത് ചെയ്യാറുണ്ട്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നൊക്കെ എഴുതാറുണ്ട് അല്ലെ, ചിലർക്ക് തെറ്റിപ്പോകും. ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ, തെറ്റിക്കരുത് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ? യുനെസ്കോയുടെ 4 പില്ലേഴ്സ് നമ്മൾ പഠിച്ചതാണ്, അതിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലീവ് ടുഗദർ, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു ലേൺ. ഏതാണ് ഇവിടെ അല്ലാത്തത്? ഏതാണ്? ലേണിംഗ് ടു ലേൺ ആണ്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ പില്ലർ ഏതാണ്? ലേണിംഗ് ടു നോ എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലീവ് ടുഗദർ, ലേണിംഗ് ടു ബി, ലേണിംഗ് ടു നോ എന്നുള്ളതാണ് 4 പില്ലേഴ്സ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി നെക്സ്റ്റ് നോക്കൂ. അറേഞ്ച് ദ ഫോളോയിങ് അക്കോർഡിംഗ് ടു ദ ഇയർ ഇൻ വിച്ച് ദ റിപ്പോർട്ട് വാസ് ഇംപ്ലിമെന്റഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കമ്മിറ്റീസ് വിട്ടിട്ട് പോകരുത് എന്നുള്ളത്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പരിശോധിച്ചപ്പോഴും ഇതുപോലെ കമ്മിറ്റീസ് ചോദിച്ചിരുന്നു അല്ലെ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ സർജന്റെ റിപ്പോർട്ട്, മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ ഇതിന്റെ ഇയർ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ സാർജന്റ് റിപ്പോർട്ട് എപ്പോഴാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 1944 ആണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 to 49 ആണ്. മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട് 1952 to 53 ആണ്. അതുപോലെ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993 ആണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിനുള്ളിലെ പ്രത്യേകതകളും സവിശേഷതകളും കൂടെ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ അതായിരിക്കും കാണുക കേട്ടോ. അപ്പൊ ഇത് ഓർഡറിൽ അറിയാം. 1, 3, 2, 4 എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 1 ഇത് 3 ആയിട്ടാണ് അവിടെ കൊടുത്തിരുന്നത്, 2 ആയിട്ടാണ് മുതലിയാർ കമ്മീഷൻ കൊടുത്തിരുന്നത്, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 4 ആയിട്ടാണ് കൊടുത്തിരുന്നത്. ശരിയല്ലേ? നോക്കൂ, ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കീ ബിഹേവിയർ ഫോർ എഫക്റ്റിംഗ് ടീച്ചർ ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. എന്തായിരിക്കും ഇത്? നിങ്ങൾ തെറ്റിക്കാൻ ഇടയില്ലാത്ത ചോദ്യമാണ്. വെരിഫൈയിങ് മോഡ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഓർഗനൈസിംഗ് ദ കണ്ടന്റ്, ക്ലാരിറ്റി ടു കണ്ടന്റ് പ്രസന്റേഷൻ, എൻഗേജ് ദ സ്റ്റുഡൻസ് ഇൻ ആക്റ്റീവ് ലേണിംഗ്, അതുപോലെ പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ഫോർ ദ എക്സാമിനേഷൻ. ഏതിനായിരിക്കും? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. നമുക്ക് ഇവിടെയും ഓപ്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുക അല്ലെ, 1, 3 ആൻഡ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് കിട്ടുകയുള്ളൂ. അപ്പൊ 1, 3 and 4 ഓൺലി എന്നുള്ളതാണ്. 1 വെരിഫൈങ് ദ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, 3 clarity in content presentation, 4 engage the students in active learning എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് ഓർത്ത് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം.
Which among the following is the best suited for defining the professionalism of teachers? അതും തെറ്റിക്കാൻ സാധ്യതയില്ല അല്ലെ. പാർട്ടിസിപ്പേഷൻ ഇൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്, ടു ബി റെസ്പോൺസീവ് ടു ചിൽഡ്രൻ ആണ്, ഗുഡ് അഡ്മിനിസ്ട്രേഷൻ സ്കിൽ ആണ്, ഫോളോ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് ആണ്. എന്താണ്? ടു ബി റെസ്പോൺസീവ് ടു ചിൽഡ്രൻ ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇത് നിങ്ങൾ തെറ്റിക്കില്ല എന്ന് ഉറപ്പാണ് അല്ലെ. അടുത്ത ചോദ്യം, the major function of educational philosophy is to എന്താണ്? update the teacher's knowledge about the subject of teaching. Option B, examine the rational foundations of school practices. അടുത്ത, maintain a proper control over students. അടുത്ത എന്താണ്? make an individual self dependent. ഏതാണ് ആൻസർ? എക്സാമിൻ ദ റേഷണൽ ഫൗണ്ടേഷൻസ് ഓഫ് സ്കൂൾ പ്രാക്ടീസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഇതൊന്നും തെറ്റിക്കാൻ സാധ്യതയില്ലാത്ത ചോദ്യങ്ങളാണ്, ടീച്ചേഴ്സ് ആരും തെറ്റിക്കത്തില്ല അല്ലെ. ഇനി അടുത്ത, നമുക്കറിയാം സെറ്റ് എക്സാം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക മാച്ച് ദ ഫോളോയിങ്ങിന്റെ പാർട്ടിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഒരുപാട് നല്ലവണ്ണം അനാലിസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ലെവൽ ഓഫ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലിസ്റ്റില് കൊടുത്തിരിക്കുന്നത് മെമ്മറി ലെവലുണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലുണ്ട്, റിഫ്ലക്റ്റീവ് ലെവലുണ്ട്, ഓട്ടോണമസ് ലെവലുണ്ട്. ലിസ്റ്റ് 2-ൽ മോസ്റ്റ് തോട്ട്ഫുൾ ലെവൽ, കൺട്രോൾ ഓവർ ഓൺസ് ഓൺ ലേണിംഗ്, മാസ്റ്ററി ഓഫ് ദ സബ്ജക്ട്, ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം മെമ്മറി ലെവൽ വരുമ്പോൾ അവിടെ ഓർമ്മയുടെ ബേസിലാണ് വരുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് വരുമ്പോൾ അതിനും മുകളിലാണ്, മനസ്സിലാക്കൽ അതിനും മുകളിലാണ് വരുന്നത് അല്ലെ. ഇപ്പൊ മെമ്മറി ലെവൽ വരുമ്പോ അവിടെ ഓർമ്മ മറവിയൊക്കെ വരും അല്ലെ. അതിനും മുകളിലാണ് എന്തെന്ന് വരുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വരുന്നത്. അപ്പൊ റിഫ്ലക്റ്റീവ് വരുമ്പോ എന്താണ്? നമുക്കൊരു പ്രശ്നമൊക്കെ വരുമ്പോ ഇത് പ്രതിഫലിക്കും, അവിടെ പ്രതിഫലിക്കും, നമുക്ക് പ്രശ്ന പരിഹരണം ചെയ്യാൻ സാധിക്കും. അതാണ് അവിടെ റിഫ്ലക്റ്റീവ് ലെവല് എന്ന് പറയുന്നത്. ഓട്ടോണമസ് ലെവൽ അല്ലെ. അപ്പൊ അവിടെ വരുമ്പോ എന്താണ്? ചൈൽഡ് സെന്റേർഡ് അല്ലെ. ചൈൽഡ് സെന്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോണമസ്, സ്വയം പഠിക്കുക എന്നുള്ള ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ ആ 3 ലെവല് നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദ്യം തന്നിരിക്കുക, ഓപ്ഷനും തന്നിരിക്കുക. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ A4 ആണ്. A4 എന്താണ്? മെമ്മറി ലെവൽ, ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ എന്നുള്ളതാണ് അല്ലെ. ലീസ്റ്റ് തോട്ട്ഫുൾ ലെവൽ ആണ്. അപ്പൊ അതിനു മേലെയാണ് എന്തെന്ന് പറഞ്ഞത്? അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറഞ്ഞത് അല്ലെ. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ വരുമ്പോ അവിടെ എന്താണ്? മാസ്റ്ററി ഓഫ് ദ സബ്ജക്റ്റ് വരും, മാസ്റ്ററി ഓഫ് ദ സബ്ജക്റ്റ് വരും. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ്, മെമ്മറി ലെവലിനേക്കാളും കൂടുതലാണ് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ അതിന് മുകളിലാണ് എന്ത് വരുന്നത്? സി എന്താണ്? റിഫ്ലക്റ്റീവ് ലെവൽ, മോസ്റ്റ് തോട്ട്ഫുൾ ലെവലാണ്. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് പ്രശ്ന പരിഹരണം നടത്തുന്ന സന്ദർഭമാണ്. ഓട്ടോണമസ് ലെവൽ എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ്? സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അല്ലെ. കൺട്രോൾ ഓവർ ഓൺസ് ഓൺ ലേണിംഗ് ആണ് അല്ലെ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കൂ, which among the following are teacher centered method of teaching? നിങ്ങൾക്കറിയാം ടീച്ചർ സെന്റേർഡ് മെത്തേഡ് എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് വരുമ്പോ പണ്ട് കാലങ്ങളിൽ നടന്നിരുന്നതാണ് ടീച്ചർ സെന്റേർഡ് മെത്തേഡ് അല്ലെ. ഇപ്പൊ എന്താണ്? ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് നിലവിലുള്ളത് അല്ലേ. നോക്കൂ, ലെറ്ററിംഗ് വിത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലെ ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത്, ശരിയല്ലേ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ടീം ടീച്ചിങ്, പെയർ ഷെയർ, ഡിസ്കഷൻസ്. അപ്പൊ ഇവിടെയും ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ കൃത്യമായിട്ട് ടീച്ചർ സെന്റേർഡ് മെത്തേഡിന്റെ എല്ലാ പ്രത്യേകതകളും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കിയും കൊടുത്തിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 3 ആണ്. അപ്പൊ ലെക്ചറിങ് വിത്ത് പവർ പോയിന്റ് പ്രസന്റേഷൻ ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്, ശരിയല്ലേ. അപ്പൊ ലെക്ചറിങ് വിത്ത് പവർ പോയിന്റ് പ്രസന്റേഷനും ടീം ടീച്ചിങ്ങും ഏതിൽ വരും? ടീച്ചർ സെന്റേർഡ് മെത്തേഡിൽ വരും. അപ്പൊ അതിന്റെ സവിശേഷതകളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ,
എല്ലാ വ്യക്തികളെയും എല്ലാ പേഴ്സണാലിറ്റീസിനെയും നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അവരുടെ തിയറിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രധാനപ്പെട്ട വേർഡ്സ് അറിഞ്ഞിരിക്കണം. നോക്കൂ, ജെറോമസ് ബ്രൂണർ, ഡേവിഡ് ഓസുബൽ, റോബർട്ട് ഗാഗ്നെ, ബെഞ്ചമിൻ എസ് ബ്ലൂം. അടുത്ത ലിസ്റ്റ് 2-ൽ മാസ്റ്ററി ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ്, റിസപ്ഷൻ ലേണിംഗ്, സിഗ്നൽ ലേണിംഗ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ബ്രൂണറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പഠിച്ചിരുന്നു. ബ്രൂണർ എല്ലാവർക്കും അറിയാം, ഡിസ്കവറി ലേണിംഗ് കണ്ടെത്തൽ പഠനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് അറിയാം. അതുപോലെ ഡേവിഡ് ഓസുബൽ എന്താണ്, മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, അറിയാം. റോബർട്ട് ഗാഗ്നേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്, സിഗ്നൽ ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബെഞ്ചമിൻ എസ് ബ്ലൂം മാസ്റ്ററി ലേണിംഗ് ആണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത് കേട്ടോ, അതാണ് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാറി കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് എഴുതി നോക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ A2, B3, C4, D1 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് കിട്ടുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗൈഡൻസ് തേടാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ CC നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 ഡേയ്സിന്റെ ബൂസ്റ്റർ ബാച്ച് ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. വെറുതെ അല്ല, ഡെയിലി 3 hours ലൈവ് സെഷൻ ആണ്. അതായത് ജനറൽ പേപ്പറും സബ്ജക്ട് പേപ്പറിലൂടെയും നിങ്ങൾ ഡെയിലി കടന്നു പോവുകയാണ്. മാത്രമല്ല ഈ 15 ദിവസത്തെ കണ്ടിന്യൂസ് ലൈവ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഏകദേശം 15 എക്സാം. ഈ 15 എക്സാം എന്ന് പറയുന്നത് 20 30 മാർക്കിനുള്ളതൊന്നുമല്ല. ഓരോ എക്സാമും 120 മാർക്കിനാണ്. ജനറൽ പേപ്പറിന് നിങ്ങൾ 10 എക്സാം എഴുതും. അതുപോലെ സബ്ജക്ട് പേപ്പറിന് നിങ്ങൾ എത്ര എക്സാം എഴുതും, 5 എക്സാം എഴുതും. അങ്ങനെ 15 എക്സാംസ് കേട്ടോ. അപ്പൊ 15 ദിവസത്തെ ക്രാഷ് കോഴ്സ്, 15 എക്സാംസ്. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മാക്സിമം നിങ്ങൾ PYQ അനാലിസിസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളൊരു എക്സാമിനെ നേരിടാൻ തയ്യാറായി കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ സീറ്റുകൾ പരിമിതമാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സീറ്റുകൾ പരിമിതമാണ്. എത്രയും വേഗം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.